എന്ന് പറയുന്നൊരു മേഖലയിൽ ഞാൻ ഇതുവരെ അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഞാൻ അഭിനയിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നത് ഏറ്റവും അവസാനമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയാവും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെയുള്ള എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു. ആക്ടിങ് വർക്ക്ഷോപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ പുള്ളി വന്ന് ഒരു 2 ദിവസം ആക്ടിങ് വർക്ക്ഷോപ്പ് തന്നു. അപ്പോൾ കുറച്ച് ധൈര്യം കിട്ടി. പിന്നെ നമ്മുടെ ക്രൂവിലാണെങ്കിലും മേക്കപ്പ് ഒന്ന് ഗോവയിൽ ഒരു മോഡേൺ അതായത് ബിക്കിനിയും അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മേക്കപ്പ് അതെനിക്ക് ആ ഒരു ഗോവയിലൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രസ്സും അവിടുത്തെ ഇതൊക്കെ എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു. രണ്ടാമത്തത് UP-യിൽ കുറച്ച് സാരിയും അവിടെ മൃഗങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. അപ്പം അത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മേക്കപ്പ് അഞ്ജലി എൻ്റെ കൂടെ ഫാഷൻ ഷൂട്ടുകൾക്കൊക്കെ ഉണ്ടായെങ്കിലും ക്യാരക്ടർ മേക്കപ്പ് ആദ്യമായിട്ടാണ്. അപ്പോൾ 2 സൈഡിൽ 2 മേക്കപ്പ് ചെയ്തിട്ടും അതിൽ രതീഷ് ഏട്ടൻ ഗോവയിൽ ചെയ്തു. അപ്പോൾ 2ഉം നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ കൊറിയോഗ്രാഫി അത് മാസ്റ്റർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ കോസ്റ്റ്യൂമേഴ്സ് ചേച്ചി എല്ലാം നല്ല കോസ്റ്റ്യൂമായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കളർ പാലറ്റ് എല്ലാം മാച്ച് ചെയ്യുന്ന എല്ലാം നല്ല കോസ്റ്റ്യൂമായിരുന്നു. പിന്നെ എല്ലാ ക്രൂവിലുള്ള എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്യുന്നു.